നവകേരള മാർച്ച് കോഴിക്കോട് പര്യടനം തുടരുകയാണ്. നവകേരള മാർച്ചിലേക്ക് ഇല്ലേ? ഓ അതിലെ ഇരിപ്പിടം പോയി, അതയാക്കാം. അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി. ശരി ശരി. നമ്മുടെ തുടങ്ങാം നമുക്കല്ലേ. നമ്മുടെ രാജ്യത്ത് CBIയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല എന്നതാണ് പി ജയരാജന് നേരെ ഇപ്പോൾ ചാർത്തിയ കുറ്റം തെളിയിക്കുന്നത്. നേരത്തെ രാജ്യത്തെ അത്യുന്നത കോടതി തന്നെയാണ് CBIയെക്കുറിച്ച് കൂട്ടിലടച്ച തത്ത എന്ന് ആക്ഷേപിച്ചിരുന്നു. ഇവിടെ മോഹൻ ഭാഗവത് RSSൻ്റെ ബൈഠക്കിൽ പങ്കെടുത്തപ്പോൾ ഈ കേസിൽ CPIMലെ ഉന്നതരെ പെടുത്തും എന്ന് RSSകാരോട് പറയുന്ന നില സ്വീകരിച്ചിരുന്നു. എന്നാൽ CBIയുടെ അന്വേഷണം ആ ഘട്ടത്തിലൊന്നും ജയരാജൻ പ്രതിയാണെന്ന് CBI പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 505 ദിവസം CBI ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത് ദിവസങ്ങൾ എന്ന നിലക്കെടുക്കാം. 505ാമത്തെ ദിവസമാണ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. അന്ന് CBI പറഞ്ഞത് ജയരാജൻ പ്രതിയല്ല എന്നാണ്. പിന്നെ ഇതിപ്പോൾ ഇന്ന് 508ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസം കൊണ്ട് എന്ത് തെളിവാണ് CBIക്ക് കിട്ടിയിരിക്കുന്നത്? ഇവിടെ ഈ കേസിലെ കുറ്റപത്രത്തിൽ 212 സാക്ഷികളുടെ മൊഴിയുണ്ട്. അതിൽ ഒരാൾ പോലും ജയരാജനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ 202 സാക്ഷികളുടെ മൊഴിയോടുകൂടിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആ ഘട്ടത്തിലൊന്നും ജയരാജൻ ഈ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞതേയില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ അന്ന് ഗൂഢാലോചനയെക്കുറിച്ച് പറഞ്ഞത് പാട്യത്തെ ഒരു പീഡിയക്കൊലയായിരുന്നു. ഇതിൻ്റെ ഒരു പരിഹാസ്യത കാണാൻ വേണ്ടിയാണ്. ഇപ്പോഴാണ് CBI അത് തലശ്ശേരിയിലേക്ക് മാറ്റിയത്. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, 2007 മുതൽ ജയരാജൻ്റെ കൂടെ സർക്കാർ നിയോഗിച്ച പോലീസുകാരനുണ്ട്. എന്ന് പറഞ്ഞാൽ ഗൺമാനോട് കൂടിയാണ് ജയരാജൻ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ജയരാജൻ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആ പോലീസുകാരൻ്റെ മൊഴിയിൽ വേണമല്ലോ, പോലീസുകാരൻ അറിയണമല്ലോ. ഇനി അതല്ലെങ്കിൽ ആ പോലീസുകാരനും പ്രതിയായി വരണമല്ലോ. പോലീസുകാരനെ പ്രതിയാക്കാനല്ല ഞാൻ പറയുന്നത്, എന്നാലും പോലീസുകാരനും പ്രതിയായി വരണമല്ലോ സാധാരണ നിലക്ക്. അപ്പം ഇവിടെ നേരത്തെ 6/3/2015 CBI കുറ്റപത്രം കൊടുത്തിരുന്നു കോടതിയിൽ. അല്ല, 6/3/2015 കൊടുക്കുമ്പോൾ CBI പറഞ്ഞത് 120B അനുസരിച്ചാണ് ഈ ഗൂഢാലോചനയെക്കുറിച്ച് പറഞ്ഞത്. അത് നമ്മുടെ സാധാരണ നിലക്കുള്ള വകുപ്പനുസരിച്ചാണ്.
CBI ഈ കേസ് 2014 നവംബർ 5-നാണ് ഏറ്റെടുത്തത്. അവർ അത് കഴിഞ്ഞ് 2015-ലാണ് ഈ പറയുന്ന 120B അനുസരിച്ച് 19 പേർക്ക് കുറ്റപത്രം കൊടുത്തത്. ഇതിൽ സഖാവ് P. ജയരാജനെ പ്രതിയാക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു തെളിവിൻ്റെയും അടിസ്ഥാനം ഇതിനില്ല. ഒരു തെളിവിനെയും അടിസ്ഥാനപ്പെടുത്തിയല്ല ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ RSSൻ്റെ നിർദ്ദേശമനുസരിച്ച് CBI ഇവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ജയരാജനെ 25ാമത്തെ പ്രതിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ജാമ്യം കിട്ടരുത് എന്നതുകൊണ്ടാണ് UAPA 18 ജയരാജനെതിരെ ചേർത്തിരിക്കുന്നത്. UAPA ചേർത്താൽ സാധാരണ നിലക്ക് കോടതിക്ക് കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയും. കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് കോടതി അറച്ചു നിൽക്കില്ല എന്നതാണ് TI മധുസൂദനൻ്റെ അനുഭവം. TI മധുസൂദനെതിരെ UAPA 19 അനുസരിച്ചായിരുന്നു കുറ്റപത്രം കൊടുത്തത്. പക്ഷേ കോടതി അത് പരിശോധിക്കാൻ കോടതി തയ്യാറായി. അപ്പോൾ റെക്കോർഡനുസരിച്ച് ഈ പറയുന്ന UAPA 18 അനുസരിച്ചുള്ള ഒരു കുറ്റവും മധുസൂദനൻ ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടു. അപ്പോൾ UAPA ചേർത്താൽ പരിശോധിക്കാൻ കോടതിക്ക് കഴിയും എന്നതാണ് അതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ജയരാജനെ ബോധപൂർവം കൊടുക്കുന്നതിന് വേണ്ടി CBI ചെയ്തിട്ടുള്ള ഈ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് ജയരാജനെ ഇത്തരമൊരു കേസിൽപ്പെടുത്തി ജാമ്യമില്ലാതെ ജയിലിലടക്കാൻ വേണ്ടി RSS ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. RSSൻ്റെ ആലോചനയിൽ ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നില്ല. കാരണം RSS ജയരാജൻ്റെ ജീവനെടുക്കാൻ വേണ്ടി മുൻപ് ശ്രമിച്ചവരാണ്. അതിൽ ജയരാജൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാണ് അവർ തിരിച്ചു പോയിരുന്നത്. പക്ഷേ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ആശ്ചര്യം എന്ന നിലക്കാണ് സഖാവ് ജയരാജൻ ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നത്. എന്നാലും അവരുടെ പക തീരില്ല എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഒരു പങ്കും ഒരു സാക്ഷിയും ആരോപിക്കാത്ത അന്വേഷണം നടന്ന് 505 ദിവസം വരെ ജയരാജന് ഒരു പങ്കും CBIക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു കേസാണിത്. കോടതിയിൽ CBI തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ജയരാജനെതിരെ കേസില്ല എന്ന്. അപ്പോൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഞങ്ങളെ തകർക്കാനുള്ള നീക്കത്തിന് കേസ് കൂടി ആയുധമായിട്ടെടുക്കുക. ഇത് ജനാധിപത്യ വിശ്വാസികളെല്ലാം മനസ്സിലാക്കേണ്ടതും ഈ നീക്കത്തെ എതിർക്കേണ്ടതുമാണ്. CPIM നേതാവിന് നേരെയാണല്ലോ എന്ന നിലയിൽ അതിനെ കാണാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന നിലയാണ് ഉണ്ടാവുക ഇത്തരം നീക്കങ്ങൾ തുടർന്നാൽ എന്ന് മനസ്സിലാക്കി ഉന്നതമായ ജനാധിപത്യ സംവിധാനം നിലനിർത്തുന്നതിനു വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളല്ലാത്തവരും ഇതിനെ എതിർക്കാൻ മുന്നോട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഇതിനെ നേരിടുക തന്നെ ചെയ്യും. കോടതിയിൽ ആവശ്യമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യും.
ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ UAPA ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ നിന്നുള്ള വലിയ വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ UAPAയിൽ 18-ാം വകുപ്പ് ചുമത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗൂഢാലോചന എന്ന് നേരത്തെ സെക്ഷൻ 120B പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതൊരു രാജ്യദ്രോഹ കേസിലെ ഗൂഢാലോചനയും വിവരങ്ങൾ മറച്ചുവെക്കലുമാണ് എന്നാണ് പറയുന്നത്. അതെ, ഇത് ഈ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് ഇതിൽ ടെററിസ്റ്റ് ആക്ടിലെ 15, 16 ആദ്യമേ ഉപയോഗിക്കുന്ന നില വന്നു. അത് കേരളത്തിലെ പോലീസ് തന്നെ ചെയ്തൊരു കാര്യമായിരുന്നു. അതിനവർ പറഞ്ഞ കാര്യം ഇയാൾ മരണപ്പെടുന്നതിന് ബോംബ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ബോംബ് ഉപയോഗിച്ചുള്ള മരണങ്ങൾ മുൻപ് നടന്ന ഘട്ടത്തിലൊന്നും ഈ ടെററിസ്റ്റ് ആക്ട് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ RSSനെ പ്രീതിപ്പെടുത്താൻ താല്പര്യമുള്ള നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഈ ടെററിസ്റ്റ് ആക്ട് 15, 16 ഉപയോഗിക്കുന്ന നിലയാണ് ഉണ്ടായത്. അന്ന് തന്നെ 120B ഇതിനെതിരെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിലുള്ള പ്രത്യേകത 120B ഈ മറ്റ് പ്രതികൾക്ക് നേരെ 19 പേർക്കെതിരെ 120B CBI തന്നെ ചുമത്തിയിരുന്നത്. എന്നാൽ അത് ജാമ്യം കിട്ടിപ്പോകുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിനെ UAPA ആക്കി മാറ്റുന്നത്. ഇതാണ് ഇതിൽ വന്നിട്ടുള്ള കള്ളക്കളി. അത് അത്രമാത്രം CBI പോലുള്ള രാജ്യത്തിലെ ഒരു അന്വേഷണ ഏജൻസി പരിഹാസ്യമാകുന്നു എന്നതിൻ്റെ തെളിവാണ്. RSS ആണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. RSSന് സഖാവ് ജയരാജനോടുള്ള വിരോധം എല്ലാവർക്കും അറിയാം, ഞങ്ങളോടുള്ള വിരോധവും എല്ലാവർക്കും അറിയാം, CPIMനോടുള്ള വിരോധം. അപ്പോൾ കണ്ണൂരിൽ CPIMൻ്റെ പ്രവർത്തനത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് നേതൃത്വം വഹിക്കുന്ന P. ജയരാജനെ ഇത്തരമൊരു കേസിൽപ്പെടുത്തി ജയിലിലടച്ച് പ്രവർത്തന രംഗത്തില്ലാതാക്കുക എന്നതാണ് അവരുദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് CBIയെ ഇത്രയും പച്ചയായി ഉപയോഗിക്കാൻ, തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇത് രാഷ്ട്രീയമായി ഞങ്ങളെ തകർക്കാനുള്ള നീക്കം, ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ ജയിലിലായി പോയത് കൊണ്ട് മാത്രം സ്തംഭിച്ചു പോകുന്നൊരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അത്തരം പരീക്ഷണങ്ങൾ നേരത്തെ കോൺഗ്രസ് അടക്കം ഇവിടെ നടത്തിയതാണല്ലോ. ഒരു പറ്റം നേതാക്കളെ ജയിലിലാക്കിയപ്പോൾ മറ്റുള്ളവരെല്ലാം കൂടുതൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന നിലയാണ് ആ കാലത്തെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജയിലിലടച്ചത് കൊണ്ട് മാത്രം തടയാനാകില്ല എന്ന് ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഞങ്ങളുടെ എതിരാളികൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. പക്ഷേ RSS ഇപ്പോൾ ആ ശ്രമവും നടത്തി നോക്കുകയാണ്. അതിനെ ഞങ്ങൾ ആ തരത്തിൽ തന്നെ നേരിടും. കോടതിയിൽ കൊടുത്ത കുറ്റപത്രവും മറ്റു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയും ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ രാഷ്ട്രീയമായുള്ള കാര്യത്തെ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായുള്ള കാര്യത്തെ നിയമപരമായി നേരിടും. RSSുമായി സമാധാന ചർച്ചയ്ക്ക് CPM രംഗത്ത് വന്നതല്ല. RSSൻ്റെ നേതാവ് മോഹൻ ഭാഗവത് കണ്ണൂരിൽ വന്നപ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹം RSSകാരോട് പറഞ്ഞു, മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിൽ ശക്തമായ തുടരാക്രമണം നടത്തണമെന്ന്. ആ തുടരാക്രമണം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി പത്രങ്ങളിൽ വന്നു. അങ്ങനെ പരസ്യമായി പത്രത്തിൽ വന്നതിന് ശേഷമാണ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹം കേരളത്തിൽ വരുന്നു. ആ വന്നത് RSSകാരെ കാണാനല്ല, സമൂഹത്തിലെ ചില വ്യക്തികളെ കാണാനാണ്. അപ്പോൾ ആ വ്യക്തികളൊന്നും RSS അല്ല, RSSനോട് താല്പര്യമില്ലാത്തവരെയും കാണുന്നുണ്ട്. ഇദ്ദേഹം വിളിച്ച സാഹചര്യത്തിൽ അവർ ചിലർ ചെന്ന് പോയി കണ്ടപ്പോൾ അവർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ കൊലപാതക രാഷ്ട്രീയമായിട്ട് നടക്കുന്നത്, വീണ്ടും കൊല നടത്തുമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾ അങ്ങനെ കൊലപാതക രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരല്ല, മാർക്സിസ്റ്റുകാരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ അത് കാര്യമായി റിപ്പോർട്ട് ചെയ്തു, മാർക്സിസ്റ്റുകാരുമായി ചർച്ചയ്ക്ക് RSS തയ്യാറാണ്. അതിനെക്കുറിച്ച്
ഇതുപോലൊരു പത്രസമ്മേളനത്തിൽ നിങ്ങളെ സുഹൃത്തുക്കൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ സമീപനം എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനതിന് ഒറ്റവാചകത്തിൽ മറുപടി പറയുകയല്ല ചെയ്തത്. നിങ്ങൾക്ക് സംശയം തീരാത്തതുകൊണ്ട് ആ വാചകങ്ങൾ ഒന്നുകൂടി പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ 1-2 ഘട്ടങ്ങളുണ്ട്. അതിൽ ഇദ്ദേഹം പറഞ്ഞത്, മോഹൻ ഭാഗവത് പറഞ്ഞത് ഈ സാഹചര്യമാണ്. എന്താ സാഹചര്യം? ഈ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളെ വിളിച്ച് അവരുടെ ചോദ്യത്തിന് ഞങ്ങൾ മാർക്സിസ്റ്റുകാരെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറയാൻ പറ്റില്ല മോഹൻ ഭാഗവത് ആയാൽ പോലും. മോഹൻ ഭാഗവത് RSSകാരോട് മാർക്സിസ്റ്റുകാരെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞതാണ്. അത് അതേ രീതിയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മാത്രമാണ് ഇത് ചർച്ച നടത്താം. ഞങ്ങളതിനെ എടുത്തത്, ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും സ്വീകരിച്ച നിലപാടുണ്ട്. ഞങ്ങളുടെ ഒരു സഖാവല്ല, 2-3 സഖാക്കൾ കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ ആ ചോര ഉണങ്ങാത്ത ഘട്ടത്തിൽ അധികൃതർ സമാധാന സംഭാഷണം വിളിക്കും. ആ സമാധാന സംഭാഷണത്തിൽ ഈ സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടതിലുള്ള വേദന കടിച്ചമർത്തി പങ്കെടുത്തവരാണ് ഞങ്ങൾ. അങ്ങനെ ആ സമാധാന സംഭാഷണത്തിൻ്റെ ഭാഗമായി സമാധാനത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാൻ പൊതുവിൽ തീരുമാനിക്കും. ഞങ്ങൾ അതുമായി സഹകരിച്ചവരാണ്. അത് ഈ കൊലയടക്കം നടന്ന സ്ഥലത്ത് പോയി എല്ലാവരും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ആ അഭ്യർത്ഥന ഈ വേദന കടിച്ചമർത്തി തന്നെ നടത്തിയവരാണ് ഞങ്ങൾ. എന്നുവെച്ചാൽ സമാധാനവുമായി സഹകരിച്ചവരാണെന്ന് അർത്ഥം. പക്ഷേ ആ സമാധാന സംഭാഷണത്തിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുൻപ് RSS വീണ്ടും ആക്രമണവും കൊലപാതകവും നടത്തിയിട്ടുണ്ട്. ഇതാണ് RSS. അപ്പോൾ RSSന് ഒരിക്കലും കൊലപാതകത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. എന്നാൽ ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നാണോ, കൊലപാതകം ഉപേക്ഷിക്കുന്നു എന്നാണോ, ആക്രമണത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നാണോ? എങ്കിൽ ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. അത് RSS ആണ് വ്യക്തമാക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. അത് സമാധാനത്തിന് RSSനോട് ചർച്ചയല്ല. RSS അത്തരം കാര്യങ്ങൾക്ക് ഒരു ഘട്ടത്തിലും സന്നദ്ധമാകില്ല എന്ന ധാരണ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതെന്തോ അദ്ദേഹത്തിൻ്റെ നിലയിൽ ചില മാറ്റങ്ങളിപ്പോൾ വരുന്നുണ്ട്. അത് ഈ ജാഥ തുടങ്ങിയതിന് ശേഷമാണെന്നാണ് തോന്നുന്നത്. അതെന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ സ്വകാര്യം ചോദിച്ചു നോക്കണം. എനിക്ക് പറയാൻ കഴിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങളെ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തുറന്ന പുസ്തകമാണല്ലോ. അതിൽ RSSുമായി ഒരു ഘട്ടത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ പുറപ്പെട്ടവരല്ല ഞങ്ങൾ. RSSൻ്റെ കൊലക്കത്തിക്കരിയായിക്കൊണ്ടിരിക്കുന്ന സഖാക്കളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളത്. പലരുടെയും നേരെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത്തരം ഒരു കൂട്ടരുമായി ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദ സംഭാഷണത്തിന് ഒരുങ്ങുന്നവരല്ല ഞങ്ങൾ. എന്നാൽ നാട്ടിൽ സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ആ സമാധാനത്തിന് RSS തിരുത്താൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ RSSന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് സുധീറിൻ്റെ പാർട്ടിയാണല്ലോ. RSSകാർ ഉൾപ്പെട്ട കേസടക്കം പിൻവലിച്ചു കൊടുത്തത് ഈ സുധീരൻ KPCC അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന ഗവൺമെൻറ്റല്ലേ. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത്? അതെല്ലാം നമ്മളെ നാട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ ഘട്ടത്തിലും RSSനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സുധീരൻ്റെ പാർട്ടി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴോ രാഷ്ട്രീയമായി തന്നെ RSSുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ പറ്റുമോ എന്ന ഗൂഢശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ രാവിലെ ഒരു UAPA ചുമത്തിയതിനു ശേഷവും നടക്കുന്ന ചർച്ചകളിലെല്ലാം BJP നേതാക്കൾ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാന വിഷയം P. ജയരാജന്റെ നിരപരാധിത്വം കോടതിയെ ബോധിപ്പിക്കുന്നതിൽ CPM പരാജയപ്പെട്ടു. നിയമത്തിന്റെ മാർഗത്തിൽ അത് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് വേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്.
അല്ല, അതെന്ത് ന്യായമാണ്? കോടതിയുടെ മുന്നിൽ പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ RSSൻ്റെ നേതാക്കളോ BJP നേതാക്കളോ ഉന്നയിക്കുന്ന വിദണ്ഡവാദങ്ങൾ അതേപോലെ വിഴുങ്ങുന്നതിന് വലിയ അർത്ഥമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ 505 ദിവസത്തിൻ്റെ കാര്യം. തൊട്ട് 2 ദിവസത്തിന് മുൻപല്ലേ ഈ പറഞ്ഞ ദിവസം. ആ ദിവസം കോടതിയുടെ മുന്നിൽ CBI എന്താ പറഞ്ഞത്? ജയരാജന് നേരെ യാതൊരു കുറ്റവുമില്ല, ജയരാജൻ പ്രതിയല്ല. പ്രതിയല്ലാത്ത ഒരാളുടെ കാര്യത്തിൽ ഞങ്ങൾ എന്തിനാണ് ഇടപെടുന്നതെന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ നിരപരാധിയാണ് എന്ന് ഇവർ തന്നെ സമ്മതിച്ചല്ലേ, CBI തന്നെ സമ്മതിച്ചതല്ലേ. അപ്പോൾ ഇത് ബോധപൂർവം ഉണ്ടാക്കിയ ഒരു കേസാണ്. അതാണ് നാം കാണേണ്ടത്. CPM ഈ അറസ്റ്റ് തടയുമോ? ഈ സാഹചര്യത്തിൽ ഒരു സഖാവിന് നേരെ അനീതി നടക്കുന്നു, അത് തടയുമോ? അറസ്റ്റ് തടയുമോ? അതിന് നിയമപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾ സ്വീകരിക്കും. അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയുള്ള നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഒരു ഈ വരുന്ന ഇപ്പോൾ LDF അല്ലെങ്കിൽ പൊതുവെ CPM ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈപ്പ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ എങ്ങനെ കാണാം? CPIM-നെ കണ്ണൂർ ജില്ലയിൽ ദുർബലപ്പെടുത്താനാകുമോ എന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. അത് CPIM-ൻ്റെ പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറിയെ തന്നെ ഇത്തരമൊരു കേസിൽപ്പെടുത്തുക, അങ്ങനെ CPIM-ൻ്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുക, ഇതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം നേരത്തെ പറഞ്ഞ RSS ഗൂഢാലോചനയുടെ ഫലമായി ഇപ്പോൾ UAPA ചുമത്തുന്നു ഈ കേസിൽ. നേരത്തെ പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനുള്ള ആദ്യ അന്വേഷണത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എളുപ്പത്തിലാക്കി കൊടുക്കുകയായിരുന്നു ചെയ്തതെന്നുള്ള വിലയിരുത്തലുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ടെററിസ്റ്റ് ആക്ട് ഇത്തരമൊരു കാര്യത്തിൽ ഉപയോഗിച്ചത് ആദ്യമായാണ്. നമ്മുടെ നാട്ടിൽ ബോംബ് ഉപയോഗിച്ച് ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ RSS പ്രീണനത്തിൻ്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ച നടപടിയായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ ബുദ്ധിയിൽ ഇപ്പോൾ ഉരുത്തിരിയുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു വഴക്കിലൂടെ നേട്ടം കൊയ്യാവുന്ന രാഷ്ട്രീയ. ഇത് കേസിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി മാത്രമല്ല, രമേശ് ചെന്നിത്തലയുമുണ്ട്. അദ്ദേഹമാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് സാധാരണ നിലക്ക് ഉമ്മൻചാണ്ടി RSS-നെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനുള്ള ആലോചനകൾ നടത്തി വരുന്നുണ്ട്. അത് വ്യക്തമാണ്. ശരി. കതിരൂർ മനോജ് വധക്കേസ് P ജയരാജനെ പ്രതി ചേർത്തത് RSS-ന്റെ രാഷ്ട്രീയ പ്രേരണയിലാണ്. RSS-ന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് CBI വഴങ്ങുകയായിരുന്നു. CBI കൂട്ടിലടച്ച തത്ത എന്ന സുപ്രീം കോടതിയുടെ പരാമർശം അന്വർത്ഥമാക്കുകയാണ് ചെയ്തത്. CPIM-നെ കണ്ണൂർ ജില്ലയിൽ എങ്ങനെ തളർത്താം എന്നതിൻ്റെ നീക്കമാണ് P ജയരാജനെതിരെ രാഷ്ട്രീയമായി നടത്തിയതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. കതിരൂർ മനോജ് വധക്കേസിൽ P ജയരാജനെ പ്രതി ചേർത്ത നടപടിയോട് പ്രതികരിക്കുകയായിരുന്നു പിണറായി വിജയൻ.